ഞാനിപ്പോൾ ഹായ് എല്ലാവരും സുഖമല്ലേ? ഞാനിപ്പോൾ ഒരു വീഡിയോ കാണാനിടയായി കേട്ടോ. അതായത് എവിടേക്കുള്ള യാത്രയാണെന്ന് എനിക്കറിയില്ല. ഒരു പെൺകുട്ടിയുടെ അടുത്ത്, പെൺകുട്ടി വൈറ്റ് കളർ ബ്ലൗസും മെറൂൺ കളർ സാരിയാണ് കൊടുത്തിരിക്കുന്നത്. ഒരാൾ ആ പെൺകുട്ടിയുടെ അടുത്ത് വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ആ മനുഷ്യൻ ഇതിങ്ങനെ കൈവച്ചിട്ട് ആ പെൺകുട്ടീനെ കയ്യിൽ ടച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എവിടെയെങ്കിലും വേറെ സ്ഥലത്ത് ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണോ ഇരിക്കണമെന്നുള്ളത് എനിക്കറിയില്ല. അയാളുടെ ആക്ഷൻ കണ്ടിട്ട് നമ്മളൊക്കെ അങ്ങനെയാണ് തോന്നുന്നത്. അവളുടെ മാറത്ത് തൊടാനുള്ളൊരു ഇതാണ് അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ അഭിപ്രായത്തിലെന്ന് പറഞ്ഞാൽ ഈ കുട്ടിക്ക് എണീറ്റിട്ട് നായിൻ്റെ മോനെ എടുക്കട കൈ എന്ന് പറഞ്ഞിട്ട് എണീറ്റതും ചെടുത്ത് തല്ലിക്കൂടെ? അതല്ല അതിൻ്റെ ശരി. അല്ലെങ്കിൽ പിന്നെ ഈ കുട്ടിക്ക് ബസ്സിൽ ഒന്ന് ബഹളം വെച്ചിട്ട് ചേട്ടാ ഇയാൾ ഇങ്ങനെ ചെയ്യാൻ വരുന്നു എന്നെ എന്ന് പറഞ്ഞിട്ട് കണ്ടക്ടറിനടുത്തും ആൾക്കാരെടുത്തും പറഞ്ഞൂടെ? ഈ പെൺകുട്ടി എന്തുകൊണ്ട് പറയാത്തത്? അവളും അത് ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഞാനൊരു പെണ്ണാണ്, പെണ്ണുങ്ങളെ കുറ്റം പറയുന്നത് വിചാരിക്കേണ്ട. പക്ഷേ ഈ ചെയ്യുമ്പോൾ മൊത്തം ഈ വീഡിയോ എടുത്തിട്ട് ഈ ബബിൾ ഷീറ്റ് ചെയ്യുന്നത് ഈ കുട്ടിക്ക് ലൈക്കിനും ഷെയറിനും ഇതിനും വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ആ പെൺകുട്ടി ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഇവൾക്കത് പുറത്ത് പറഞ്ഞുകൂടാ? അല്ലെങ്കിൽ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിട് വണ്ടി എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് അങ്ങനെ ചെയ്തുകൂടാ? പോലീസ് സ്റ്റേഷനിലേക്ക് ഒന്നിനും പോകണ്ടല്ലോ, എണീറ്റ് നിന്നിട്ട് ചെപ്പ് കുറ്റി നോക്കിയിട്ട് ഒന്ന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ തീരെയാണ് ആ കാര്യം. അല്ലെങ്കിൽ കണ്ടക്ടർ അടുത്ത് പറയാമല്ലോ, ഇവിടെ എടുക്കുന്ന വീഡിയോ കാണിച്ചു കൊടുത്ത് തെളിവുണ്ട് എൻ്റെ അടുത്ത്, അയാൾ കാണിക്കുന്നത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് ചെയ്യാലോ. ഇവൾക്ക് ഈ നാട്ടുകാരൻ്റെ ഇടയിൽ കൊണ്ടുവന്നിട്ട് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഈ പെൺകുട്ടികൾ മനഃപൂർവ്വം തെറ്റ് ചെയ്തുകൊണ്ട് നടക്കുകയാണ്. വീണ്ടും 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 ആൾക്കാരിനെ കൊലയ്ക്ക് കൊടുത്തുകൊണ്ട്. ആ തെണ്ടി ചെയ്യുന്നതും ശരിയല്ല, ആ തെമ്മാടി ചെയ്യുന്നത്. അല്ലെങ്കിൽ പിന്നെ അയാൾ അങ്ങനെ തന്നെ സ്പർശിക്കുമ്പോൾ വേഗം എണീറ്റിട്ട് വേറെ ഇതിൽ പോയിട്ടിരിക്കാം. അല്ലെങ്കിൽ അവൾക്ക് തന്നെ പറയാം എനിക്കിടെ നായിൻ്റെ മോനെ വേറെ സീറ്റിൽ പോയി ഇരിക്കുമെന്ന് പറയാം അവൾക്ക്. ഇവിടെ അത് ഒന്നും പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്തിനു വേണ്ടിയിട്ടാണ് മിണ്ടാണ്ടിരിക്കുന്നത്? റീച്ചിനും ഇതിനും വേണ്ടിയിട്ടാണ് അവൾ മിണ്ടാണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ യൂട്യൂബർ ആകാം, അല്ലെങ്കിൽ യൂട്യൂബർ അല്ലെങ്കിൽ അവൾക്ക് ഈ വീഡിയോ പുറത്തിട്ടിട്ടുണ്ടെങ്കിൽ ആയിരക്കണക്കിന് അവൾ ഇട്ടിട്ട് കണ്ടില്ലേ, ഒരു മിനിറ്റ് കൊണ്ട് 27,000 ആൾക്കാരാണ് അവളുടെ ആ വീഡിയോ കണ്ടിരിക്കുന്നത്. മനസ്സിലായി? അവനൊരു നിരപരാധിയും അവനൊരു നല്ല മനുഷ്യനായതുകൊണ്ടാണ് അവൻ ആത്മഹത്യ ചെയ്തത്. മനസ്സിലായില്ല? അവളാ ചെയ്തത് എന്താണ് പറയുക, പൊറുക്കാൻ പറ്റാണ്ട് മനസ്സ് ഒരുപാട് വേദനിച്ചിട്ട്. പക്ഷേ ഈ കള്ള നായിൻ്റെ മോൻ ചെയ്യുന്നത് തെണ്ടിത്തരമാണ് ചെയ്യണത്. അപ്പോൾ ഈ പെണ്ണിനത് പ്രതികരിക്കാം. ഞാൻ ആ വീഡിയോ അതിൻ്റെ താഴെ തന്നെ ഞാൻ ഇടാട്ടോ, ഒന്ന് നോക്കി നോക്കണേ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത്. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീണ്ടും വീണ്ടും ഈ നായിൻ്റെ മക്കൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് വീണ്ടും വീണ്ടും ഇങ്ങനെ ചെയ്യണമെന്നുള്ളത് നമുക്കറിയില്ല.